അടുത്തയിടയിൽ മുഅല്ലിമീങ്ങളുടെ ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചർച്ച. അവിടെ കുറച്ചു കാര്യം പറയാനുണ്ട്. എന്റെ മുഅല്ലിം സഹോദരന്മാരോട് പറയട്ടെ, നമ്മൾ അല്ലാഹുവിന്റെ ഇൽമിന്റെ സേവനം തെരഞ്ഞെടുക്കുന്നത് ഇവിടെ മാളിക കെട്ടാമെന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ ലക്ഷ്യം റെഡിയായിട്ടില്ല. ഇവിടെ പലതും ത്യജിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാനാണ്. മറ്റു പല ജോലിയും ചെയ്യാൻ ആരോഗ്യമുണ്ടായിരിക്കെ, ഗൾഫിലേക്ക് പോയാൽ സമ്പത്ത് സമാഹരിക്കാൻ അവസരമുണ്ടായിരിക്കെ, നമ്മൾ ഇൽമിന്റെ ഖിദ്മത്ത് തെരഞ്ഞെടുക്കുന്നത് ലില്ലാഹ് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണെങ്കിൽ നമ്മൾ ലളിതമായ ജീവിതത്തെ നാളത്തെ പ്രൗഢമായ ജീവിതത്തിന് വേണ്ടി തെരഞ്ഞെടുത്തവരാണ്. പിന്നെ നമ്മൾ പ്രാരാബ്ധം പറഞ്ഞ് പരിഭവപ്പെടാൻ പാടില്ല. ചില ആളുകൾ പറയും 2 മണിക്കൂറല്ലേ മദ്രസയുള്ളൂ എന്ന്. ഒരാൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന സമയം മാത്രമല്ല ഇൽമു കൊണ്ട് വ്യാപൃതനാവേണ്ടത്. നമ്മുടെ ജീവിതം ഇൽമിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെങ്കിൽ 2 മണിക്കൂർ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ 20 മണിക്കൂർ പഠിക്കേണ്ടി വരും. അതനുസരിച്ചുണ്ടാകും ക്ലാസിന്റെ മൂല്യം. 2 പേരുടെ ക്ലാസ് ഉണ്ടെന്ന് വെച്ച് ബാക്കി സമയം ഉറങ്ങുകയല്ല. അവർ അൽ ഇഷ്തിഗാലു ബിൽ ഇൽമി, ഇൽമു കൊണ്ടുള്ള ജോലിയിൽ തന്നെ. അതുകൊണ്ട് മുഅല്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, നമ്മൾ ഇവിടുത്തെ മാളിക ചെറുതായാലും നാളത്തെ പരലോകത്തെ മാളികയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണെങ്കിൽ നമ്മൾ ആ നീയത്തിൽ തന്നെ ഉറച്ചു നിന്നാൽ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, നമ്മളെ അല്ലാഹു കൈവിടുകയില്ല.